അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാത്ത ഒരു ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കുറച്ച് സമയം മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് സുറുക്കി വെച്ച് ഇട്ട് കുറച്ച് 10-15 മിനിറ്റ് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതിലേക്കുള്ള ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാലയും മല്ലിച്ചപ്പും പുതിനയും അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും ചേർത്തിട്ട് പിന്നെ ലേശം തൈര് കേട്ടോ, പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് കൈയോട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതൊരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതി. അപ്പം ഇനി ചോറിനുള്ള പരിപാടി നോക്കാം. അപ്പം ഒറ്റ വിസിൽ വന്നാൽ നമ്മൾ ഇറക്കി വെക്കണം ചിക്കൻ, അല്ലെങ്കിൽ വേറും. പിന്നെ നമ്മൾ ദമ്മൊക്കെ ഇടണമല്ലേ, അപ്പോൾ ആ ദമ്മിടുന്ന സമയം കൂടി വേവുമല്ലോ. അപ്പോൾ ഞാനിതാ അരി കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട്, ഒറ്റ വിസിൽ വന്നിട്ടുണ്ട്. ഇനി അത് ഇറക്കി വെക്കാം. നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളത്തേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇല ഉണ്ടല്ലോ ചോറിനൊക്കെ ഇട്ട് കൊടുക്കണേ, ആ ഒരു ഓല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മളിതാ ചിക്കനിലും അതുപോലെ എണ്ണ ചേർത്തിട്ടില്ല, ചോറിനും ചേർക്കണില്ല, നെയ്യും ചേർക്കണില്ല, എണ്ണയും ചേർക്കണില്ല. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതാ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരി ഒരു നല്ലോണം വേവണ്ട, ഒരു 3/4 വേവ് കുറച്ചും കൂടി ആയാലും നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പം ചോറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് അറിയുമോ, ഈ ചോറ് നേരെ എടുത്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ചിക്കനൊക്കെ പാകത്തെ നല്ലോണം വേവായിട്ടില്ല, എന്നാൽ ഇനി കുറച്ച് നേരം ദമ്മിൽ കിടന്നാണ്ടാവും ചെയ്യും. അപ്പോൾ ചോറ് നമ്മൾ സാധാരണ ബിരിയാണി വെക്കണ പോലെ തന്നെ അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വിസിലടിച്ചതിൻ്റെ മുമ്പായിട്ട് നമുക്കിത് ഓഫാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ ചോറിട്ടോ. അപ്പോൾ അത് ചൂട് കൊടുക്കാനായിട്ടാണ് കുറച്ചൊരിത്, ഇങ്ങനെ ചൂടാറിയാൽ നല്ല അടിപൊളി ചോറ് തന്നെയാണ്. നമ്മൾ നെയ്യും എണ്ണയൊന്നും ചേർത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചോറ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു, എണ്ണയും നെയ്യൊന്നും ചേർക്കാതെ. ഒരു മടുപ്പും ഉണ്ടാവില്ല ഇത് കഴിക്കാൻ, എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്.